എല്ലാവർക്കും നമസ്കാരം. മംഗലശ്ശേരി കിച്ചൺ ട്രഷറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റാണ്. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനുള്ള ഇൻഗ്രീഡിയൻസും ഞാനിപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് 4 മീഡിയം സൈസിലുള്ള സവാളയാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഈ വലിപ്പത്തിലുള്ള ഒരു മീഡിയം സൈസ് 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുരു കളഞ്ഞാണ് എടുത്തേക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായി എരിവുള്ളതാണ്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എരിവില്ലാത്ത മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിനായിട്ട് വേണ്ടത് ഓയിൽ വേണം, കടുക് വേണം, ഉപ്പ് വേണം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. അത് ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ കാണിച്ചു. എഗ്ഗ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിടാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയതായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും ഇതിലേക്ക്, ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴണ്ട് പോണ്ട, ഞാൻ കാണിച്ചു തരാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മഞ്ഞളൊന്ന് ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടിയെ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ സവാള ഏകദേശം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഈ ഒരു പരുവായാൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും എല്ലാം നമുക്ക് ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തോണം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു 4 എഗ്ഗിനുള്ള മസാല ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഞാൻ കുരുവില്ലാണ്ടാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എരിവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവാണ്, അപ്പം നമുക്കൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്താൽ മതി കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് നോക്കാം. മൂടിയൊന്നും വെക്കണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 4 എഗ്ഗാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ നടുന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാ വശങ്ങളും. അപ്പോൾ എഗ്ഗിൻ്റെ തൊണ്ടൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്ക് ഇത് ബോയിൽ ചെയ്ത് 10 മിനിറ്റ് ബോയിൽ ചെയ്ത് ഉടനെ തന്നെ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പം പെട്ടെന്ന് നമുക്ക് തൊണ്ടൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് തട്ടിപ്പൊട്ടി വെക്കാം. ഞാൻ എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മസാലയെല്ലാം കൂടെ എഗ്ഗിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അധികം മസാലയുടെ ആവശ്യമില്ല. എല്ലാ മസാലകളും കുറേശ്ശെ ഇട്ടാൽ മതി കേട്ടോ. കുരുമുളക് പൊടിയുടെ ചുവയാണ് ഇച്ചിരി മുമ്പിൽ നിൽക്കുന്നത്. നമുക്കിതൊന്ന് മൂടി വെക്കാം.
2 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനൊരു സെർവിങ് പാത്രത്തിലേക്ക് എടുത്തിട്ട് നിങ്ങളെ എഗ് റോസ്റ്റും ചപ്പാത്തിയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഒരു സെർവിങ് പാത്രത്തിലേക്ക് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ 2 ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് എന്തായിട്ടും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി, നല്ല എഗ് റോസ്റ്റും നല്ല ഇങ്ങനെ മുക്കിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് പുതിയൊരു ഐറ്റവുമായിട്ട് വരുന്നതായിരിക്കും.